പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ CPM-ൻ്റെ നിലപാട് പൊടുന്നനെ മാറിയിരിക്കുന്നതായി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ വിഷയം ഉയർന്നു വന്ന ഒരു 3 വർഷങ്ങൾക്കുള്ളിൽ വിജയൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസിൽ വിജയ് അങ്ങേയറ്റം ടു ദ ഹിൽറ്റ്, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ CPM-ൻ്റെ നേതാക്കന്മാർ ന്യായീകരിക്കുകയായിരുന്നു. അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ MV ഗോവിന്ദൻ മുതൽ AK ബാലൻ മുതലുള്ള താഴെത്തട്ടിലെ നേതാക്കന്മാർ വരെ ഉള്ളവരെല്ലാം തന്നെ ഈ വീണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണയെയും അങ്ങേയറ്റം ന്യായീകരിക്കുകയാണ്. വീണയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു 1/2 ഡസൻ പത്രപ്രസ്താവനകളെങ്കിലും ഇറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? അതൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് എന്ന് പറഞ്ഞു. 2 കമ്പനികൾ തമ്മിൽ ഇങ്ങനെ ഇടപാട് നടത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് GST എടുത്തിട്ടില്ലേ, പിന്നെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു ബിസിനസ് നടത്താൻ പാടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ പാർട്ടി നേതാക്കന്മാർ ചോദിച്ചത് നമ്മൾ ഓർക്കുന്നില്ലേ? ബാലനൊക്കെ എത്ര ഡസൻ കണക്കിന് പത്രസമ്മേളനങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുന്നത്. CPM-ൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബി തന്നെ ഇതിനെ ന്യായീകരിച്ച് എത്രയോ തവണ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിജയൻ്റെ മകളെ നിരന്തരമായി ന്യായീകരിച്ചുകൊണ്ടിരുന്ന പാർട്ടി നേതൃത്വം ഇപ്പോൾ പൊടുന്നനെ നയം മാറ്റിയിരിക്കുന്നു. ഇപ്പം എന്താ പറയുന്നത്? ഇപ്പോൾ പറയുന്നത് വിജയൻ്റെ മകൾ വീണ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടിൽ അവർ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. വീണയുടെ കാര്യം വീണ നോക്കും. അതവർ നിയമത്തിൻ്റെ വഴി അവർ തേടണമെങ്കിൽ അവർ തേടിക്കോട്ടെ, അതിന് കഴിവുള്ളൊരു സ്ത്രീയാണ് അവർ. അതുകൊണ്ട് അതിൽ പാർട്ടിക്കകത്ത് യാതൊരു കാര്യവുമില്ല. ഇതിനെ പിണറായി വിജയനുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി ഇതിനെ എതിർക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കും. നമുക്കറിയാം, നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ പറഞ്ഞത് വിജയനെയും വീണയെയും ഉൾപ്പെടെയുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന കടന്നാക്രമണമാണിത്, അതുകൊണ്ട് അതിനെ ശക്തിയുക്ത എതിർക്കുമെന്ന് പറഞ്ഞിരുന്ന പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയുന്നത് വീണയുടെ കാര്യം നോക്കുള്ളൂ. ഇപ്പോൾ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞത് എന്താണ്? അത് വീണയുടെ കാര്യം വീണ നോക്കും, പിണറായി വിജയനെതിരെ വന്നാൽ ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു വലിയ നിലപാട് മാറ്റത്തിലേക്ക് ഇപ്പോൾ CPM പോയിരിക്കും. MV ഗോവിന്ദൻ മാത്രമല്ല, AK ബാലൻ അത് പറഞ്ഞു, NN കൃഷ്ണദാസ് പറഞ്ഞു, KK ശൈലജ പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇവരെല്ലാവരും ഇപ്പോൾ പറയുന്നു ഈ ഞങ്ങൾക്കിതിനകത്ത് കാര്യമൊന്നുമില്ല, വീണയുടെ കാര്യം വീണ നോക്കട്ടെ. സുഹൃത്തുക്കളെ, എന്താണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് കാരണം എന്ന് ഒന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കോടതികൾ എടുത്തിട്ടുള്ള നിലപാടുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഈ കാര്യത്തിൽ കോടതികൾ കഴിഞ്ഞ 1-2 വർഷക്കാലമായി വീണയ്ക്ക് സഹായകരമാകുന്ന നിലപാടാണ് എടുത്തത്. വീണയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, വീണയ്ക്ക് സഹായകരമാകുന്ന നിലപാടാണ് കോടതികൾ എടുത്തുകൊണ്ടിരുന്നത്. കേരള ഹൈക്കോടതിയിൽ ഈ കേസ് വാദത്തിന് വരുന്ന സമയത്ത് അത് മാറ്റിവെക്കപ്പെടുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസും 1-2 ഡസൻ തവണ മാറ്റിവെക്കപ്പെടുന്നു. ഈ കേസിൻ്റെ രേഖകളുമായിട്ട് ഷോൺ ജോർജ് കീഴ്ക്കോടതിയിൽ ചെല്ലുമ്പോൾ ആ രേഖകൾ കൊടുക്കാൻ പാടില്ല എന്ന് കീഴ്ക്കോടതി പറയുന്നു. അത് വിട്ടുകിട്ടാൻ വേണ്ടി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഹൈക്കോടതിയും ഈ രേഖകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിങ്ങനെ ഈ കേസിൽ ഏതാണ്ട് 1.5 വർഷക്കാലമായി പല കോടതികളും വീണ എന്ന് പറയുന്ന ഈ വനിതയ്ക്ക് അനുകൂലമാകുന്ന നിലപാടാണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ കോടതികൾ വീണയ്ക്കെതിരായിട്ടുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. ഈ കേസിൽ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിക്ക് മേലുള്ള സ്റ്റേ മെയ് 26-ാം തീയതി കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എടുത്തു കളഞ്ഞു. TR രവിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ആ സ്റ്റേ എടുത്തു കളഞ്ഞു. അതിനെ തുടർന്ന് ഈ അന്വേഷണം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് കരിമണൽ കർത്ത കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചും സ്റ്റേ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. രാജാ വിജയരാഘവനും KV ജയകുമാറും ആ സ്റ്റേ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ED ഇതിൻ്റെ രേഖകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ ചെന്നു. ആ രേഖകൾ കൊടുത്തോളാൻ പറഞ്ഞു കോടതി. ആ രേഖകളൊന്നും തടഞ്ഞു വെക്കേണ്ട, എല്ലാം കൊടുത്തോളാൻ പറഞ്ഞു.
അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മാസപ്പടി കേസിൽ കോടതികളുടെ ഒരു നിലപാട് മാറ്റം അത് CPM വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ മാസപ്പടി കേസിൽ വീണ എന്ന് പറഞ്ഞ വനിതയ്ക്കെതിരാണ് എന്നുള്ളത് തങ്ങളുടെ നിലപാടുകളെ ദുർബലപ്പെടുത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM നിലപാട് മാറിയത്, അല്ലെങ്കിൽ നിലപാട് മാറാനുള്ള ഒരു കാരണം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ കേസിൽ അടിമുടി തെളിവുണ്ട് എന്ന് CPM നേതൃത്വത്തിന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഈ കേസിൽ ഒരു സേവനവും ഇല്ലാതെയാണ് അവർക്ക് പണം കൊടുത്തത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഈ കേസിൽ വീണയുടെ മൊഴിയെടുത്തപ്പോൾ വീണ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു എന്ന് CPM ബോധ്യമായി കഴിഞ്ഞു. ഈ കാര്യത്തിൽ വീണ 2 കരാറുകൾ CMRലുമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു, തിരിച്ചൊരു സേവനവും കൊടുത്തില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. വീണ CMRൽ നിന്ന് വാങ്ങിയ പണം CMRലിൻ്റെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയ കടം തീർക്കാൻ ഉപയോഗിച്ചു എന്നുള്ളത് കാര്യം അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ തെളിവുകളുടെ ഒരു മല ഇതിനകത്തുണ്ട് എന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനിയും തെളിവുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധ്യവും അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീണയ്ക്ക് അനുകൂലമായി നിന്നാൽ പണി പാളും എന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട്. എന്താണ്? അണികളിൽ നിന്നുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പ്. ഇപ്പോൾ ED അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ED ആക്രമിച്ച കേസിൽ 300 പേര് ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയാണ്. അതിൽ വലിയ രോഷവും പ്രതിഷേധവും അണികളുടെ ഇടയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 300 പേരുടെയും കുടുംബങ്ങൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരെ ഒരു കാരണവുമില്ലാതെ പാർട്ടി നേതൃത്വം ജയിലിലാക്കി എന്നുള്ള ബോധ്യം പാർട്ടിയിലെ കുടുംബങ്ങളും അണികളുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിജയം പറഞ്ഞ എന്താണ്? എന്നോടൊന്നും ചോദിച്ചില്ല, മകളോട് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ വിജയൻ്റെ മകൾക്ക് വേണ്ടി എന്തിനാണ് വക്കാലത്തെടുക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടിയുടെ അണികളിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2020 കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടന്ന ED അന്വേഷണത്തോട് പിണറായി വിജയൻ തന്നെ എടുത്ത നിലപാടും ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. അന്ന് ED അന്വേഷിക്കാൻ വന്നപ്പോൾ EDയുടെ കയ്യിൽ വല്ല തെളിവുണ്ടായെങ്കിൽ വല്ല തെളിവുകളും ഉണ്ടായിരിക്കാമെന്നും അതുകൊണ്ടായിരിക്കും ED വന്നതെന്നും അത് ആ കുടുംബം നോക്കുമെന്നും എന്നും നിലപാടെടുത്ത വിജയൻ ആ വിജയൻ്റെ മകൾക്ക് വേണ്ടി എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് എന്നുള്ള തോന്നൽ പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോടതികൾ പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ വീണയ്ക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് എടുത്തുകൊണ്ട്, അത് ഹൈക്കോടതിയാവട്ടെ കീഴ്ക്കോടതിയാവട്ടെ. ഇനി അവർ സുപ്രീം കോടതിയിൽ പോയാലും വീണയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് അവിടുന്ന് വരാൻ പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ അടിമുടി തെളിവുകളുണ്ട് എന്നുള്ള ബോധ്യം പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യമായിരിക്കുന്നു. ഒട്ടനവധി തെളിവുകൾ. അതുകൊണ്ട് തന്നെ അവരെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നും കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്നും ആ ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഒരുപക്ഷെ ഇവർ ജയിലിലായേക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് അകലം പാലിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടി അണികളിൽ നിന്ന് ഉയർന്നു വരുന്ന അത്യസാധാരണമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ഈ കാര്യത്തിൽ. വിജയൻ്റെ മകൾ വീണയെ എന്തിനിങ്ങനെ ന്യായീകരിക്കുന്നു? വിജയനല്ലല്ലോ മകൾ വീണ, വിജയനല്ലേ പാർട്ടി നേതാവ്. വീണ ആരാണ്? വീണ പാർട്ടി മെമ്പറൊന്നുമല്ലല്ലോ. പിന്നെ വീണയെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് നാണം കെടുന്നത് എന്നുള്ള ചോദ്യം അണികളിൽ നിന്ന് വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. വിജയൻ തന്നെ വൗച്ച് ചെയ്യുന്നു, എന്നോട് ചോദിച്ചിട്ടില്ല, മകളോടാണ് ചോദിച്ചത്, പിന്നെ എന്തിനാണ് മകൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? അപ്പോൾ വിജയൻ്റെ മകൾക്ക് വേണ്ടി പാർട്ടി അണികൾ ജാമ്യം ഇല്ലാതെ ജയിലിൽ പോകുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിനെതിരെ വലിയ രോഷവും പ്രതിഷേധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വിജയൻ്റെ മകൾ വീണയെ ടു ദ ഹിൽറ്റ് അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ന്യായീകരിച്ചു കൊണ്ടിരുന്ന പാർട്ടി നേതാക്കൾ ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ മലക്കം മറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ ബേബിയൊക്കെ എത്ര ഉളുപ്പില്ലാതെയാണ് ഇവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പഴയ ദിവസങ്ങളിൽ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.
പാർട്ടി സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇവരുടെ വിഷയത്തിൽ എന്ത് ന്യായീകരണങ്ങളാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് താഴോട്ട് ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. എ കെ ബാലനൊക്കെ എത്ര പത്രസമ്മേളനങ്ങളാണ് ഇവർക്ക് അനുകൂലമായി നടത്തിയിട്ടുള്ളത്. എം വി ഗോവിന്ദൻ എത്ര പത്രസമ്മേളനം ഇവർക്ക് അനുകൂലമായി നടത്തിയിട്ടുണ്ട്. അത് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ, പാർട്ടിയുടെ രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, മുൻ മന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജ, എ കെ ബാലൻ, എൻ എൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും വരിയായി വന്ന് നിന്ന് ഇന്ന് വീണയുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊടി തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നിലപാട് മാറ്റത്തിന് കാരണം പ്രധാനമായും ഞാൻ പറഞ്ഞ 3 കാരണങ്ങളാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.